നമസ്കാരം. യൂക്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാനത്തുമംഗലം ബൈപ്പാസിൽ വയൽ നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. പ്രകൃതിയോടിണങ്ങി രോഗമുക്തി നേടാൻ പ്രകൃതി ജീവനം ആരോഗ്യ സെമിനാർ. ജീവൻ രക്ഷാ മരുന്നുകൾ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് AKCDA വാർഷിക യോഗം. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. മാനത്തുമംഗലം പൊന്നാകുറിശി ബൈപ്പാസിന് സമീപം വയൽ നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ശനിയാഴ്ച രാത്രിയാണ് റോഡിന് തൊട്ടടുത്തുള്ള വയൽ നികത്താൻ വ്യാപകമായി മണ്ണിട്ടത്. പെരിന്തൽമണ്ണ നഗരസഭ 6-ാം വാർഡിൽ മാനത്തുമംഗലം പൊന്നാകുറിശി ബൈപ്പാസ് റോഡിന് സമീപത്താണ് വയൽ നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞത്. സമീപത്തെ ഭൂമിയിലേക്ക് വഴി നിർമ്മിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാടം മണ്ണിട്ട് നികത്തിയത്. പ്രദേശത്തെ DYFI പ്രവർത്തകർ പാടം നികത്തുന്ന പ്രവൃത്തി തടഞ്ഞു. ബൈപ്പാസ് റോഡിന് തൊട്ടടുത്തുള്ള ഭൂമിയാണ് രാത്രിയിൽ നികത്തിയത്. പ്രദേശത്തെ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഭൂമാഫിയയുടെ പ്രവർത്തനം തടയുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ മണ്ണിടാൻ നേതൃത്വം കൊടുക്കുന്ന ഏത് ഭൂമാഫിയാണെങ്കിലും ഈ പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സായ ഈ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സായ ഈ നീർത്തടം ഞങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അതുപോലെ തന്നെ അതിന് ഏത് ശക്തികളാണെങ്കിലും അതിന് പിന്തിരിയണം. അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥലത്തിലായാലും ഒരു ദിവസങ്ങൾ ശക്തമായ പ്രക്ഷോഭം തന്നെ ഞങ്ങൾ ഈ പ്രദേശത്തെ യുവാക്കൾ സംഘടിച്ച് ഇതിനെ ശക്തമായി തന്നെ നേരിടും. പാടം മണ്ണിട്ട് നികത്തുന്നതോടെ മുകളിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു പോകുന്നതിന് തടസ്സമാകുമെന്നും ഇത് സമീപത്തെ വീടുകളിലേക്കും കൃഷിസ്ഥലത്തേക്കും വെള്ളം കയറാനും കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിൽ നടന്ന ഭൂനികത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പ്രകൃതി ജീവനം എന്തിന് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ആരോഗ്യ സെമിനാർ ശ്രദ്ധേയമായി. പ്രമുഖ പ്രകൃതി ജീവന പ്രചാരകൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ക്ലാസ് എടുത്തു. ശരിയായ ഭക്ഷണം കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയുടെ യഥാർത്ഥ ജീവനത്തിലൂടെ രോഗവിമുക്തി നേടാൻ അവസരമൊരുക്കുന്നതാണ് പ്രകൃതി ജീവനം. ചീരട്ടമണയിൽ ജനകീയ കൂട്ടായ്മയിലൂടെ സംഘടിപ്പിച്ച പ്രകൃതി ജീവനം ആരോഗ്യ സെമിനാർ ശ്രദ്ധേയമായതും സെമിനാർ വിഷയത്തിന്റെ കാലിക പ്രസക്തി കൊണ്ട് തന്നെയാണ്. നാം എങ്ങനെ രോഗികളാകുന്നു, എങ്ങനെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. പ്രമുഖ പ്രകൃതി ജീവന പ്രചാരകൻ ഡോക്ടർ തോമസ് ജേക്കബ് വടക്കാഞ്ചേരി സെമിനാറിൽ ക്ലാസ് എടുത്തു. പ്രകൃതി ജീവനം അടിമുടി സ്വയം പര്യാപ്തതയാണ്, സ്വാശ്രയത്വമാണ്, സ്വരാജ്, അവനവൻ ഭരിക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്നാണ് ഈ പ്രകൃതി ജീവനത്തിന്റെ മൊത്തം കാര്യങ്ങളും നീങ്ങുന്നത്. പക്ഷെ മറ്റൊരിടത്ത് നിങ്ങളൊരു വൈദ്യനെ ചെന്ന് കണ്ടു, വൈദ്യരെ എന്റെ വയറിന് നല്ല വേദനയാണ്. എവിടെയാ വേദന? വൈദ്യരൊന്ന് കുത്തി ഒക്കെ നോക്കി, ഈ കഷായം അങ്ങോട്ട് കുടിക്കുക, ആഹാരത്തിന് മുമ്പും പിമ്പും അങ്ങോട്ട് കുടിക്കുക. താണു വണങ്ങി പോരുകയല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. ആറ്റുപറമ്പൽ ഗീത അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ യഹിയ, ഖദീജ നർഗീസ്, KR രവി, ശ്രീനിവാസൻ, A ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ജീവൻ രക്ഷാമരുന്നുകൾ പൂർണ്ണമായും വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് AKCDA മലപ്പുറം ജില്ലാ വാർഷിക പൊതുയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ 40-ാം ജില്ലാ വാർഷിക പൊതുയോഗം ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ മന്ത്രി മഞ്ഞളാംകുഴിയാലയിൽ ഉദ്ഘാടനം ചെയ്തു. AKCDA ജില്ലാ പ്രസിഡന്റ് രാജൻ V പൂവാടി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AN മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. 100 കടകൾ പൂട്ടിപ്പോയതായിട്ട് നമ്മളിപ്പോ തൊട്ടെണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ എത്രയോ പേര് പൂട്ടിപ്പോയി കാണും. കാരണം നമ്മളൊന്നും അറിയാതെ നമ്മളടുത്ത് ഒന്നും പറയാതെ തന്നെ നമ്മൾ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാതെ തന്നെ പൂട്ടിപ്പോയ ഒരുപാട് കടകളുണ്ടാവും. അപ്പൊ ഈ കടകളുടെ ഒക്കെ സ്ഥിതി എന്താണെന്ന് വിചാരിച്ചാല് അടച്ചു പോയ സമയത്ത് നമ്മളിപ്പോ ചില ഇഷ്യൂള്ള കടകളിലൊക്കെ ചെന്ന് നോക്കുമ്പോ സ്റ്റോക്ക് ഉള്ളത് 3 ലക്ഷം രൂപ, ഹോൾസെയിലേഴ്സിന് കൊടുക്കാനുള്ളത് 6 ലക്ഷം രൂപ. അവര് കച്ചവടം നിർത്തി പോകേണ്ട സിറ്റുവേഷനാണ്. സംസ്ഥാന സെക്രട്ടറി തോമസ് രാജു സംഘടന ഇന്ന് എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ ചെലവും പഠന ധനസഹായവും വിതരണം ചെയ്തു. AKCDA ജില്ലാ ജോയിന്റ് സെക്രട്ടറി T അബ്ദുൽ ജബ്ബാർ, PK മുഹമ്മദ് അലി, P അബ്ദുൽ മജീദ്, അബ്ദുറഹ്മാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകി. ELT വിദഗ്ധരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സന്ധ്യ ചലച്ചിത്ര താരം ഫഹദ് ഫാസിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സന്ധ്യ ഫഹദ് ഫാസിൽ ഉദ്ഘാടനം ചെയ്തു. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡോക്ടർമാരെ ഒരുമിച്ച് കാണുന്നത്. ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. ആൻഡ് കെന്റ് അല്ല കെന്റ് കോൺ. ഇന്ന് ഇപ്പോൾ ഹർശ്രീ അശോകേട്ടൻ
ഹെഡ് ചെയ്യുന്ന ഒരു വാസ്റ്റ് കൾച്ചറൽ ഫംഗ്ഷൻ തന്നെയുണ്ട്. സോ ഐ ഹോപ്പ് എവ്രി വൺ എൻജോയ് ഇറ്റ്. ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ ഒരുപാട് സ്കിറ്റുകളും പാട്ടുകളും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിത്ത് എവ്രി വൺസ് പെർമിഷൻ ഐ ഡിക്ലെയർ ദിസ് മീറ്റ് ഓപ്പൺ. താങ്ക് യു. തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ ഹരിശ്രീ അശോകനും സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റും ഗാനമേളയും അരങ്ങേറി. ഏതൊരു തെണ്ടി കല്ലടക്കി വെച്ച് അതിന്റെ മുകളിൽ ഒരു ബക്കറ്റ് കമിഴ്ത്തി വെച്ച് അതിന്റെ മുകളിൽ കൂടി ഒളിഞ്ഞു നോക്കിയെന്ന മൊബൈലിൽ ഫോട്ടോ എടുത്തെന്ന തക്കോ പറഞ്ഞൊരു ബഹളം. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല മലയാളികളാണ്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയുടെ പിറന്നാൾ ഭക്തി നിറവോടെ ആഘോഷിച്ചു. പിറന്നാളിനോടനുബന്ധിച്ച് നിരവധി ഭക്തർ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തി. കന്നിയിലെ ആയില്യം നക്ഷത്രമാണ് ഭഗവതിയുടെ പിറന്നാൾ ദിനമായി ആഘോഷിക്കുന്നത്. പിറന്നാൾ ദിനമായ ഞായറാഴ്ച വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. 2 മാസം മുമ്പ് നടന്ന ചാന്താട്ടത്തിന്റെ ഭാഗമായി അഴിച്ചുവെച്ച ആടയാഭരണങ്ങൾ വീണ്ടും അണിഞ്ഞാണ് പിറന്നാൾ ദിനത്തിൽ ഭഗവതി ഭക്തർക്ക് ദർശനം നൽകിയത്. പിറന്നാൾ ദിനത്തിൽ ഉദയാസ്തമയ പൂജ, കളഭം, ചുറ്റുവിളക്ക്, വിശേഷാൽ തായമ്പക, കേളി എന്നിവ നടന്നു. തുടർന്ന് നടന്ന പിറന്നാൾ സദ്യയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിൽ EMS പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ നവോത്ഥാന സെമിനാർ സംഘടിപ്പിച്ചു. ജാതി ഉച്ചനീചത്വത്തിനും അന്ധവിശ്വാസത്തിനുമെതിരെ പോരാടി ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച പുരോഗമന ചിന്തകളെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ സമൂഹം തിരിച്ചറിയണമെന്ന് നവോത്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ദൈക്ഷണികവും സാമ്പത്തികവുമായ കേരളീയ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് ഇടയാക്കിയ ഘടകം ഏറ്റവും പ്രാകൃതമായ തരത്തിൽ തയ്യാറാക്കിയ അതിന്റെ ജാതി ഘടനയുടെ കെട്ടുപാടുകൾ. ലോകത്തെവിടെയും കേട്ടുകളിൽ ഹിന്ദു മതത്തിലെ ജാതി സംഘടനാ രൂപങ്ങൾ, ആ ജാതി സംഘടനാ രൂപങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത ജാതി സംഘടനാ രൂപങ്ങളാണ് കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്നത്. ചാതുർവർഗത്തിന്റെ ശൂദ്രദശയ്ക്ക് താഴെ മഹാവീരപക്ഷ ജനങ്ങൾ എന്നുള്ളതാണ് കേരള ജാതിഘടനയുടെ ഏറ്റവും വലിയ വിഷയം. MB രാജേഷ് MP സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ അധ്യക്ഷം വഹിച്ചു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി V. ശശികുമാർ, P. ശ്രീരാമകൃഷ്ണൻ MLA, C. ദിവാകരൻ എന്നിവർ സംസാരിച്ചു. M. മുഹമ്മദ് സലീം സ്വാഗതവും NP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനത്തുമംഗലം ബൈപ്പാസിൽ വയൽ നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. പ്രകൃതിയോടിണങ്ങി രോഗമുക്തി നേടാൻ പ്രകൃതി ജീവനം ആരോഗ്യ സെമിനാർ. ജീവൻ രക്ഷാ മരുന്നുകൾ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് AKCDA വാർഷിക യോഗം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.